പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാം കടകളിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തില് നമ്മളെല്ലാം ഡിജിറ്റൽ മണിയാണ് കൈമാറുന്നത്. അതായത് പലരുടെയും പേഴ്സിൽ പൈസ ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിന്റെ സ്കാനർ എടുത്തിട്ട് ആ കടയിൽ തൂക്കിയിരിക്കുന്ന ആ ഒരു QR കോഡുണ്ട്, ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യും. സത്യത്തിൽ ആ QR കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറുത്തിട്ട് എന്തൊക്കെയോ കറുപ്പും അതിൽ ഇടയ്ക്കൊക്കെ വെളുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ഭംഗിയുമില്ലാത്ത ഒരു വികൃതമായ രീതിയിലുള്ള കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇല്ലേ? പക്ഷെ അതിലേക്ക് സ്കാനിങ് ഓണാക്കി കാണിക്കുമ്പോൾ അതിങ്ങനെ സ്കാൻ ചെയ്ത് അതിൽ നിന്ന് ആ കടക്കാരന്റെ അക്കൗണ്ട് തെളിഞ്ഞു വരും. ആ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവില് പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ, അയോഗ്യതകൾ നിറഞ്ഞ ആ വൃത്തിഹീനമായ ആ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കാനായിട്ട് അവിടുത്തെ സ്കാനിങ് ഓണാക്കി നമ്മളെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ, നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും കൃപയുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് പുറത്തു വരും. ആ വൃത്തിഹീനമായ ആ QR കോഡിനുള്ളിൽ, നമ്മുടെ ആത്മാവിലുള്ള ആ ഭംഗിയില്ലാത്ത ആ QR കോഡിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന കൃപയുണ്ടെങ്കിൽ അത് ദൈവം സ്കാൻ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ആ സ്കാനിങ്ങിൽ വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, കൃപയുള്ളിടത്ത് മാത്രമേ അനുഗ്രഹം വർഷിക്കപ്പെടുകയുള്ളൂ. കൃപയുണ്ടെങ്കിൽ മാത്രമേ അവിടെ അനുഗ്രഹം ചൊരിയപ്പെടുകയുള്ളൂ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പരമപരിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട്, നിലനിൽക്കാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവനെ സാത്താൻ പരീക്ഷിക്കുന്നത് ആത്മീയ അഹങ്കാരത്തിന്റെ പുറത്തായിരിക്കും. സാത്താൻ ഇങ്ങനെ ഒരു തരത്തിലും വേറൊരു തരത്തിൽ ഏത് വിധത്തിലും അവനെ തകർക്കാനായിട്ട് ശ്രമിക്കും. ഒരു മനുഷ്യൻ ഒട്ടും പാപം ചെയ്യുന്നില്ല എന്ന് അവൻ തോന്നി തുടങ്ങുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് സാത്താൻ വിതയ്ക്കുന്ന മറ്റൊരു വിത്താണ് ആത്മീയ അഹങ്കാരത്തിന്റെ വിത്ത്. മനസ്സിലായോ? അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ എഴുതിയ 1-ാം ലേഖനത്തിന് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അത് കവിഞ്ഞ് എനിക്ക് ഒരു മേന്മയും പറയാനായിട്ടില്ല.